നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു സ്ക്രീനിലോട്ട് ഔട്ട്പുട്ട് ചെയ്യാവുന്നത്. അതിന് നമ്മൾ ആദ്യം CPP-യിൽ എഴുതേണ്ടതായിട്ടുള്ള ഹെഡർ ഫയൽ ആഡ് ചെയ്ത് യൂസിങ് നെയിം സ്പേസ് ഇൻറ്റ് മെയിൻ. ഇതിൻ്റെ അകത്താണ് ഫങ്ഷൻസ്, ഇതിൻ്റെ അകത്താണ് കോഡ് വരുന്നത്. ഇതെല്ലാം സെയിം ആയിരിക്കും. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് cout എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ സെൻറ്റൻസ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ സെൻറ്റൻസും തീരുമ്പോഴും സെമിക്കോളൻ ഉണ്ടെന്ന് നമ്മളിത് റൺ ചെയ്ത് നോക്കിയാൽ വേൾഡ് ഈസ് ഗുഡ്. അപ്പോൾ ഇതേപോലെ സെൻറ്റൻസ് നമുക്ക് നമ്മൾ വേറൊരു സെൻറ്റൻസും കൂടി സെൻഡ് ചെയ്യുകയാണെങ്കിൽ cout എന്ന് പറഞ്ഞിട്ട് ഹലോ വേൾഡ് എന്ന് സെൻഡ് ചെയ്യും. ഈ സെൻറ്റൻസ് തീരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തീരുമ്പോഴും സെമിക്കോളൻ ഇടുന്നു റൺ ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ടും വന്നു, പക്ഷേ അടുത്ത സെൻറ്റൻസ് ആയിട്ടല്ല. അപ്പോൾ അടുത്ത സെൻറ്റൻസ് ആയിട്ട് വരാൻ ന്യൂ ലൈൻ, അതായത് ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ തീരുമ്പോൾ /n ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ വേൾഡ് ഈസ് ഗുഡ്, ഹലോ വേൾഡ് രണ്ട് സെൻറ്റൻസ് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ന്യൂ ലൈൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ നമ്മൾ പിന്നെയും എക്സെഷൻ ഓപ്പറേറ്റർ ഇട്ടതിന് ശേഷം എൻഡെല്ലാം ഇട്ടാൽ മതി. ഓക്കെ, ഇതും ചെയ്താൽ നമുക്ക് രണ്ട് സെൻറ്റൻസ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കാണാം വേൾഡ് ഈസ് ഗുഡ്, ഹലോ വേൾഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് നമ്പേഴ്സ് എങ്ങനെ ഔട്ട്പുട്ട് ചെയ്യാമെന്നാണ്. നമ്പേഴ്സ് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി 3 നമ്മൾ സെൻഡ് ചെയ്താൽ 3 ഔട്ട്പുട്ട് വരും. ഓക്കെ, അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അതായത് 3 മൾട്ടിപ്ലൈ ബൈ 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 9 എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. 3 + 5 നമുക്ക് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇതുപോലെ സ്ക്രീനിൽ വരാൻ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതുന്നതെല്ലാം കോഡിൽ ആപ്ലിക്കബിൾ ആവാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡെഫിനിഷൻസ്, നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. കമൻറ്റ് ആഡ് ചെയ്യാൻ 2 സ്ലാഷ് ചെയ്തതിന് ശേഷം എന്ത് നമ്മൾ എഴുതിയാലും എന്ത് പറ്റും, ഇത് കോഡിൽ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ ഈ കോഡിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എക്സിക്യൂട്ട് ആവുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. 2 സ്ലാഷ് ഇടുക. പിന്നെ നമുക്കിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു സെൻറ്റൻസ് ആയിട്ട് മാത്രമേ വരുള്ളൂ. നമുക്കിത് മൾട്ടി സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ ഡബിൾ സ്ലാഷ് അല്ല ഇടേണ്ടത്, അങ്ങനെ ഇടന്നിട്ട് വരും. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ്റർ എടുത്ത് കുറിച്ചിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ എഴുതാം. ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഇതാണ് മൾട്ടി ലൈൻ കമൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് കോഡ് എഴുതിയാൽ മതി. ചെയ്ത് നോക്കാം. ഓക്കെ, 8 വന്നിട്ടുണ്ട്. 5 + 3 അടുത്ത ലൈനിലോട്ട് പോകാൻ എൻഡെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 5 + 4 9 വന്നിട്ടുണ്ട്. കമൻറ്റ് വിട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.